जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय गोपीचन्न वल्लभा जय गिरिवरधारी, जय गिरिवरधारी। यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन। यमुना तीरा वनचारी, यमुना तीरा वनचारी, जय राधा माधवा कुंज बिहारी। जय श्री कृष्णा चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंदा। जय श्री कृष्णा चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। जय राधा माधव राधे, जय राधा गोपीनाथ राधे, जय जगन्नाथ जय बलदेवा, जय सुभद्रा जय सुदर्शन, जय कृष्ण बलराम जय कृष्ण बलराम, जय कृष्ण बलराम जय कृष्ण बलराम, जय गौरनिताय जय गौरनिताय, जय गौरनिताय जय गौरनिताय, जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह, जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह। जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद, जय जय गुरुदेव जय जय गुरुदेव।
Jio Vishnupada Paramahamsa Prabhupada Stoutra Sadam. His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada की जय. ISKCON BBT संस्थापकाचार्य श्रील प्रभुपाद की जय. जगत गुरु श्रील प्रभुपाद की जय. जियो विष्णुपाद परमहंस प्रभुपादाचार्य स्तोत्र सदा. His Divine Grace Bhakti Siddhanta Saraswati Goswami Prabhupada Maharaj की जय. अनंत कोटि वैष्णव वृंद की जय. नमाचार्य श्रील हरिदास ठाकुर की जय. श्री श्री राधा माधव की जय. राधा गोपीनाथ की जय. जगन्नाथ बलदेव सुभद्रामई सुदर्शन की जय. कृष्ण बलराम की जय. श्री श्री गौर निताई की जय. श्री श्री लक्ष्मण नरसिंहदेव भगवान की जय. पंचानन भगवान. Hare Krishna. All glories to assembled devotees. All glories to assembled devotees. All glories and glories and glories and glories to assembled devotees. All glories to Srila Prabhupada. All glories to Srila Gurudev. That I go Premanandi. Hare Krishna. ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? ഓഡിയോ ക്ലിയർ ആണോ? ക്ലിയർ ആണ് പ്രഭുജി. ക്ലിയർ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് മംഗളാചരണം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ശ്ലോകം വന്നിട്ട് 1-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തില് 11-ാമത്തെ ശ്ലോകമാണ്. ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു. അപ്പൊ നമുക്ക് ആദ്യം ശ്ലോകം വായിക്കാം. ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി ആദ്യഗാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ. ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി ആദ്യഗാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ. വിവർത്തനം. ശ്രീല വ്യാസദേവ പുത്രനായിരുന്ന ശ്രീല സുഖദേവ ഗോസ്വാമി ആത്മജ്ഞാനപരമായി പ്രബലനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അധികതരമായി ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു. ആകയാൽ അദ്ദേഹം ഈ അതിശ്രേഷ്ഠമായ ആഖ്യാനത്തിന്റെ ശിക്ഷണത്തിൽ ഏർപ്പെട്ടു. ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം. തന്റെ മാതാവിന്റെ ഗർഭത്തിൽ ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ ശ്രീ സുഖദേവ ഗോസ്വാമി മുക്താത്മാവായിരുന്നുവെന്ന് ബ്രഹ്മവൈവർത്ത പുരാണം നിഷ്കർഷിക്കുന്നു. തന്റെ പുത്രൻ ഗൃഹത്തിൽ വസിക്കുകയില്ലെന്ന് വ്യാസദേവൻ അറിയാമായിരുന്നു. ആകയാൽ ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളിൽ ബാലനെ ആകർഷിതനാക്കി തീർക്കാൻ വ്യാസദേവൻ ശ്രീ സുഖദേവ ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ സാരസംഗ്രഹം പകർന്നു നൽകി. ശ്രീ സുഖദേവ ഗോസ്വാമി ജനനത്തിന് ശേഷം ശ്രീമദ് ഭാഗവത ശ്രദ്ധാവിഷയങ്ങളെ യഥാർത്ഥ ശ്ലോക പാരായണം വഴി അധികതരമായി അവഗാഠമായി അഭ്യസിച്ചു. ആശയം എന്തെന്നാൽ സാധാരണ മുക്താത്മാക്കൾ അവ്യക്തിഗത ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ ആകർഷിതരായി നിരപേക്ഷ സത്യമായ പരിപൂർണനുമായി താതാത്മ്യം പ്രാപിക്കുക എന്ന അദ്വൈത വീക്ഷണത്തിൽ അഭിനിവേശമുള്ളവരാകുന്നു. എന്നാൽ വ്യാസദേവനെ പോലുള്ള ശുദ്ധ ഭക്ത സംസർഗത്താൽ മുക്താത്മാക്കൾക്ക് പോലും ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളിൽ ആകർഷിതരായിത്തീരുന്നു.
ശ്രീ നാരദന്റെ കൃപയാൽ ശ്രീ വ്യാസദേവന് ശ്രീമദ് ഭാഗവതം എന്ന ഈ മഹാ ഇതിഹാസ കാവ്യം രചിക്കുവാൻ കഴിഞ്ഞു. വ്യാസദേവന്റെ കൃപയാൽ ശ്രീല സുഖദേവ് ഗോസ്വാമിക്ക് ഭാഗവത പൊരുൾ ഗ്രഹിക്കുവാൻ പ്രാപ്തിയുണ്ടായി. അവ്യക്തിഗത ബ്രഹ്മത്തിൽ പൂർണ്ണമായും നിമഗ്നനായി നിർമുക്തനായിരിക്കുകയും ഭഗവത് കർമ്മങ്ങളെ സംശയാതീതമായി കൈയേൽക്കുകയും ചെയ്യത്തക്ക വിധം അത്രത്തോളം ആകർഷകമാണ് ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങൾ. പരമദിവ്യോത്തമ പുരുഷന്റെ അവ്യക്തിഗത ബ്രഹ്മ സവിശേഷതയിൽ നിരതനായി അത്രയധികം സമയം വെറുതെ പാഴാക്കി കളഞ്ഞുവെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് നിരപേക്ഷ സത്യത്തിന്റെ അവ്യക്തിഗത തത്വത്തിൽ നിന്നും പ്രായോഗികമായി അദ്ദേഹം പിന്മാറി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവ്യക്തിഗത ബ്രഹ്മത്തെക്കാൾ അധികതരമായി വ്യക്തിഗത സവിശേഷതയിൽ വ്യാസദേവൻ അതീന്ദ്രിയ പരമാനന്ദത്തെ അനുഭവസിദ്ധമാക്കി. ആ സമയം മുതൽ അദ്ദേഹം ഭഗവത് ഭക്തന്മാരോട് സ്നേഹാധിക്യമുള്ളവനായി തീർന്നുവെന്ന് മാത്രമല്ല, ഭക്തർ അദ്ദേഹത്തോടും അധികം പ്രീതിയുള്ളവരായി തീർന്നു. ജീവസത്തകളുടെ വ്യക്തിഗത സവിശേഷതയെ വധിക്കുവാൻ ആഗ്രഹിക്കാത്തവർക്കും ഭഗവാന്റെ സ്വകീയ സേവകരാകാൻ ഇച്ഛിക്കുന്നവർക്കും അവ്യക്തിഗത തത്വങ്ങളെ അധികമായി ഇഷ്ടപ്പെടാത്തവർക്കും അതേപോലെ പരമപുരുഷനുമായി ഐക്യം പ്രാപിക്കാൻ കാക്ഷിക്കുന്ന അവ്യക്തിഗതവാദികൾക്കും ഭഗവത് ഭക്തരുടെ മൂല്യം നിർണയിക്കാൻ പ്രാപ്തിയില്ല. ആകയാൽ സ്മരണാതീത കാലം മുതൽ ഈ ഒരു അതീന്ദ്രിയ തീർത്ഥാടകരും ചിലപ്പോഴൊക്കെ പ്രതിയോഗികളായി തീരാറുണ്ട്. അന്യഥ പരമമായ വ്യക്തിഗത അവ്യക്തിഗത സാക്ഷാത്കാരത്തിനായി അവർ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും വിഭിന്നരായി നിലനിൽക്കുവാൻ ഇച്ഛിക്കുന്നു. ആകയാൽ ശ്രീല സുഖദേവ് ഗോസ്വാമിക്ക് ഭക്തരോട് യാതൊരു പ്രീതിയും ഇല്ലാത്തതായി അനുഭവപ്പെടുന്നു. എന്നാൽ അദ്ദേഹം സ്വയം സാന്ദ്രമായ ഭക്തനായി തീർന്നതു മുതൽ വൈഷ്ണവരുടെ അതീന്ദ്രിയ സംസർഗം അദ്ദേഹം സദാ ആഗ്രഹിക്കുകയും ഭക്തർ തിരിച്ച് അദ്ദേഹത്തിന്റെ സംസർഗം ആഗ്രഹിക്കാൻ തുടങ്ങുകയും ചെയ്തു. അനന്തരം ശ്രീ സുഖദേവ് ഗോസ്വാമി സ്വകീയമായ ഭാഗവതനായി തീർന്നു. അപ്രകാരം പിതാവും പുത്രനും ബ്രഹ്മജ്ഞാനത്തിൽ സർവദാ പൂർണ്ണാഭിജ്ഞരായി തീരുകയും അനന്തരം ഇരുവരും പരമപുരുഷനായ ഭഗവാന്റെ സ്വവിശേഷതകളിൽ പൂർണ്ണ നിമഗ്നരായി തീരുകയും ചെയ്തു. അങ്ങനെ എപ്രകാരമാണ് ശ്രീ സുഖദേവ് ഗോസ്വാമി ശ്രീമദ് ഭാഗവത ആഖ്യാനങ്ങളിൽ ആകർഷിതനായി തീർന്നതെന്ന അന്വേഷണങ്ങൾക്ക് ഈ ശ്ലോകത്തിൽ പരിപൂർണമായി ഉത്തരമേകിയിരിക്കുന്നു. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശ്ലാഘ്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപതായ കൃഷ്ണകൃഷ്ണായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോ ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി ആദ്യകാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ. അപ്പോ നമ്മള് കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കാണുകയുണ്ടായി, അതായത് ബ്രഹ്മത്തിൽ എന്താണ് ഭഗവാന്റെ ബ്രഹ്മമായ ആ സത്യത്തിലേക്ക്, ആ സത്യം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും അവർക്കും ഭഗവാന്റെ ലീലകളിലോടും ഗുണങ്ങളോടും നാമങ്ങളിലോടും അവർക്ക് ആസക്തി ഉണ്ടായി വന്നു. അപ്പോ എന്തുകൊണ്ട് സുഖദേവ് ഗോസ്വാമി, എല്ലാവർക്കും അറിയാം, സുഖബ്രഹ്മം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിതാവിന്റെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് പോലും, മാതാവിന്റെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം മായയെ കുറിച്ച് ബോധവാനായിരുന്നു. അപ്പോ
ആ സമയത്ത് അദ്ദേഹത്തിന് മായയുടെ ആ പ്രഭാവത്തില് അദ്ദേഹത്തിന് വരാൻ താല്പര്യമില്ലായിരുന്നുകൊണ്ട് അദ്ദേഹം മാതാവിന്റെ ഗർഭത്തിൽ അപ്പൊ അദ്ദേഹത്തിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ മായ പിടികൂടുമെന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു. അപ്പോ ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ അദ്ദേഹത്തിന് ഭഗവാനെ പറ്റിയും അറിയാമായിരുന്നു. കാരണം വ്യാസദേവൻ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നുണ്ടത്രേ, വ്യാസദേവൻ തന്റെ ഭാര്യയുടെ വിഷമം വ്യഥ കണ്ടിട്ട് പുത്രനോട് പറയുന്നുണ്ട്, മോനെ നീ എന്തിനാണ്, എത്ര വർഷമായില്ല, നീ ഇറങ്ങി വരൂ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന്. അപ്പൊ മോൻ പറയുന്നുണ്ട്, വ്യാസനും ശുഖബ്രഹ്മം പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇറങ്ങി വരില്ല, ഞാൻ വന്നു കഴിഞ്ഞാല് ഞാൻ മായയുടെ അധീനതയിലാണ്. അപ്പൊ വ്യാസദേവൻ ഉറപ്പ് കൊടുക്കും, ഞാനും ഭഗവാന്റെ അവതാരം തന്നെയാ, ഞാൻ ഉറപ്പ് തരുന്നു നിന്നെ മായ പിടിക്കത്തില്ല. അപ്പൊ ശുഖദേവ ഗോസ്വാമി പറയുകയാണ്, അങ്ങയുടെ ഉറപ്പ് പോരാ, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ എനിക്ക് ഉറപ്പ് തരണം. ഗർഭസ്ഥ അവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെയാണ് കൃഷ്ണൻ വന്നെനിക്ക് ഈ ഒരു കൺഫർമേഷൻ തരണമെന്ന് പറയുന്നത്? അപ്പൊ ഏത് അവസ്ഥയിലായിരിക്കും ആ വ്യക്തിയുടെ ശ്രേഷ്ഠത എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. എന്താണ് അദ്ദേഹത്തിന്റെ ജ്ഞാനം? ജീവൻ മുക്തസ ഉച്യത്തെ. അപ്പോ എപ്പോഴും ഈ ജീവൻ മുക്ത സ്റ്റേജിൽ എത്തുന്ന വ്യക്തികൾക്ക് പോലും ഭഗവാനെ അറിയണമെന്നില്ല. പ്രപഞ്ചത്തിൽ നമ്മുടെ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനായെങ്കിലും മായയുടെ കംപ്ലീറ്റ് വലയത്തിൽ നിന്ന് മുക്തനായ വ്യക്തികൾക്ക് പോലും ഭഗവാനെ അറിയണമെന്നില്ല. അപ്പൊ എങ്ങനെയാ ഈ ശുഖദേവ ഗോസ്വാമി അല്ലെങ്കിൽ ഈ ശുഖബ്രഹ്മം എങ്ങനെ മനസ്സിലായി കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലായി? അപ്പോ ഇദ്ദേഹത്തിന് ഈ ഒരു വസ്തുത അറിയാമായിരുന്നു. അദ്ദേഹം അങ്ങനെ ആ വസ്തുത മനസ്സിലാക്കി അത് വ്യാസദേവൻ തന്നെ തന്റെ ഭാര്യയ്ക്ക് ഗർഭാവസ്ഥയിലിരിക്കെ തന്നെ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുമായിരുന്നു. ശ്രീല പ്രഭുപാദ എന്റെ പർപ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വ്യാസദേവൻ ഒന്ന് ഇംപ്രസ് ചെയ്തു വരത്രേ ഗർഭാവസ്ഥയിൽ തന്നെ. അങ്ങനെ അദ്ദേഹം ഭഗവാനെ കൊണ്ടുവരികയും ഭഗവാൻ തന്റെ വാക്ക് പറയുന്നതും മായ നിന്നെ സ്പർശിക്കയില്ല എന്ന ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ആര് പുറത്തേക്ക് വന്നത്? ശുഖദേവ ഗോസ്വാമി പുറത്തേക്ക് വന്നത്. അപ്പോ ഈ പ്രപഞ്ചത്തിനു ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ല അദ്ദേഹം, കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ്. ബ്രഹ്മത്തില് അദ്ദേഹം പൂർണ്ണ നിമഗ്നനാണ്. അപ്പൊ ബ്രഹ്മം എന്ന് പറയുമ്പോഴും അതും ഒരു ആധ്യാത്മികവാദി തന്നെയാണ്. ശ്രീല പ്രഭാത പറയാറുണ്ട്, there are two kinds of transcendentalists, പേഴ്സണലിസ്റ്റും ഇംപേഴ്സണലിസ്റ്റും. പേഴ്സണലിസ്റ്റ് ഭഗവാന്റെ രൂപത്തിൽ ആകൃഷ്ടനായിരിക്കും. ഇംപേഴ്സണലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ്, ഇംപേഴ്സണലിസ്റ്റ് തന്നെ പലതരത്തിലുണ്ട്. ബട്ട് ബ്രഹ്മവാദികൾ എന്ന് നമ്മൾ പറയണമെങ്കിൽ അവര് ഭഗവാന്റെ അവ്യക്തിഗത രൂപത്തിലേക്ക് അവരാകൃഷ്ടരായിരിക്കും. നമ്മൾ 12-ാം അധ്യായത്തിൽ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ടല്ലേ, കൃഷ്ണ ഏതാണ് നിന്റെ അവ്യക്തിഗത രൂപത്തിൽ നമ്മള് എന്താണ് നിമഗ്നരാവണോ അതോ നിന്റെ വ്യക്തിഗത രൂപത്തിൽ? ഭഗവാൻ പറയുന്നുണ്ട്, ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസ. അപ്പോ ഭഗവാന്റെ തന്നെയാണ് ഈ അവ്യക്തിഗത രൂപം. ഭക്തി ഇല്ലാത്തവർക്ക് ഭഗവാനെ നോക്കുമ്പോ അവർക്ക് ഭഗവാന്റെ രൂപത്തെ ദർശിക്കാൻ പറ്റില്ല.
പകരം അവര് ഭഗവാനെ ദർശിക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നത് ഭഗവാന്റെ ആ തേജസ്സിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഉം. എപ്പോഴാണോ ഭക്തി ജനിക്കുന്നത് നമ്മുടെ ഉള്ളില്, ഉം, നമുക്കും ഭക്തി നമുക്ക് നേടാൻ സാധിക്കുമ്പോൾ ഭക്തന്മാരുടെ സംസർഗത്തിൽ നിന്നും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എപ്പോഴാണോ ഭക്തി നമ്മളിലും വളരുന്നത്, അപ്പോ നാം ഭഗവാനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭഗവാന്റെ ദിവ്യ രൂപത്തെ കാണാൻ പറ്റും. ഉം. അപ്പൊ ഭക്തി ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാല് അവിടെ തേജസ് മാത്രമേ കാണത്തുള്ളൂ. ചില നിർവിശേഷ അല്ലെങ്കിൽ ചില എന്താണ് ഈ അദ്വൈതവാദികള് ഭഗവാന്റെ ലീലകളിലൊക്കെ ആകൃഷ്ടരാകുമെങ്കിലും അവര് ചില സമയങ്ങൾ അവര് പറയും, ഓ ആ പരമസത്യം ഒരു നീല രൂപമാണല്ലോ, ഒരു നീല തേജസ്സാണല്ലോ എന്ന രീതിയിൽ അവർ വർണ്ണിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ശുകസേവ ഗോസ്വാമി അദ്ദേഹം ഗർഭാവസ്ഥ ആ ശിശുവിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഭഗവാന്റെ ആ അതീന്ദ്രിയമായ ആ ബ്രഹ്മാനന്ദത്തില് അദ്ദേഹം ആകൃഷ്ടനായിരുന്നു. ഒരു വ്യക്തിക്കും, ഈവൻ ബ്രഹ്മാനന്ദ അവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾ പോലും അദ്ദേഹം ഭക്തന്മാരുടെ സംസർഗം നേടാതെ ഒരിക്കലും ഭക്തനാവില്ല. അപ്പൊ ഭക്തന്മാരാവുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മാൻഡേറ്ററി റിക്വയർമെന്റ് എന്താണ്? ഭക്തന്മാർ. വ്യാസദേവൻ സ്വയം ഭഗവാനാണ്. നമ്മുടെ ഇപ്പോഴത്തെ വ്യാസദേവൻ, അദ്ദേഹം നമ്മൾ അവതാരങ്ങളുടെ കൂട്ടത്തില് അദ്ദേഹം ഭഗവാൻ സ്വയമാണ്. എന്നാൽ വ്യാസദേവൻ പോലും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, ആരുടെ സംസർഗം മൂലമാണ് അദ്ദേഹത്തിന് ഈ ശ്രീമദ് ഭാഗവതം വിസ്തരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്? നാരദ മഹർഷിയുടെ സംസർഗം. അപ്പോൾ നാരദ മഹർഷിയുടെ സംസർഗം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വ്യാസദേവനും ആ ഭക്തിയുത സേവനത്തിനെ പറ്റി യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വ്യാസദേവന്റെ സംസർഗം മൂലം ഇവിടെ ബ്രഹ്മത്തിൽ ആകൃഷ്ടനായിരുന്ന ശുകദേവ ഗോസ്വാമിക്കും ഭഗവാന്റെ ആ ഗുണങ്ങളില് ആകർഷണനാകി. അതുകൊണ്ടാണ് ഹരേർ ഗുണാക്ഷിപ്തമതിർ, ഹരിയുടെ ഗുണങ്ങളില് അദ്ദേഹം ഗുണാക്ഷിപ്തനായി, നിമഗ്നനായത്രേ. എപ്പോഴാണ് ഒരു വ്യക്തി ഭഗവാന്റെ ഗുണങ്ങളില് കംപ്ലീറ്റ്ലി നിമഗ്നനാവുകയോ ആ സമയം ആ വ്യക്തിയും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണിഹി. ആരെയാണ് വിളിച്ചിരിക്കുന്നത്? ബാദരായണി, അതായത് വ്യാസന്റെ പുത്രനെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ. അദ്ദേഹം എന്ത് ചെയ്തു? എന്നിട്ട് അദ്ദേഹം വളരെ ശക്തിയുള്ള ഒരു പ്രബലനായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു അത്ര. ആത്മജ്ഞാനപരമായി ഭയങ്കര പ്രബലനായിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഭക്തന്മാർക്ക് വലിയ പ്രിയപ്പെട്ടവനല്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ശ്രീമദ് ഭാഗവത്തിന്റെ ശിക്ഷണത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു. അപ്പോ ശ്രീമദ് ഭാഗവതം ഏത് തരത്തിലുള്ള വ്യക്തികൾക്കും ശ്രീമദ് ഭാഗവതത്തിലൂടെ അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ഭഗവാന്റെ ജ്ഞാനങ്ങള് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാന്റെ ഗുണങ്ങള്, ഭഗവത് ഗുണങ്ങള് നന്നായിട്ട് വിവരിച്ചിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തില് പല സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്, അല്ലെ? ഇഷ്ടംപോലെ സ്ഥലങ്ങളില് ഭഗവാന്റെ ഗുണങ്ങളെ പറ്റി വിവരിച്ചിട്ടുണ്ട്. ചില രൂപഗോസ്വാമി നോക്കുകയാണെങ്കിൽ അദ്ദേഹം 64 ഭഗവാന്റെ ഗുണങ്ങൾക്ക് ഒരിക്കലും ഒരു കൗണ്ടില്ല. പണ്ടൊരിക്കല് ഭഗവാൻ
അനന്തദേവനോട് പറഞ്ഞു, നീ ഈ പ്രപഞ്ചങ്ങളെല്ലാം നീ ഒന്ന് നിന്റെ ഈ എന്താ പറയണ ഹുഡിൽ നിന്റെ എന്താ തലയിൽ നീ വഹിക്കുക. അപ്പൊ അനന്തദേവൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഞാൻ എത്ര നാളിത് വഹിക്കണം? ഒരു പണിയേ, നിനക്ക് 1000 നാവുകളുണ്ടല്ലോ, ഈ 1000 നാവുകൾ വെച്ച് നീ എന്റെ ഗുണങ്ങള് നീ പറയുക. എന്നാണോ എന്റെ ഗുണങ്ങൾ പറഞ്ഞു തീരുന്നത് അത്ര നാളെ നീ പിടിച്ചാൽ മതി. പക്ഷേ കോടി എന്താണ് വർഷങ്ങളായിട്ടും ഈ 1000 നാവുകൾ കൊണ്ട് പ്രകീർത്തിച്ചിട്ടും ഭഗവാന്റെ ഗുണങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. അപ്പൊ ഭഗവാന്റെ ഗുണങ്ങള് ഒരു വ്യക്തിക്കും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അനന്തമാണ് ഭഗവാന്റെ ഗുണങ്ങൾ. പക്ഷേ ശില രൂപഗോസ്വാമി അതിന് ഒരു 64 ഗുണങ്ങളായിട്ട് ക്വാളിറ്റീസ് ആക്കി അദ്ദേഹം അതിന് എന്താ പറയണം നമുക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പോ അനവധി ഗുണങ്ങളുള്ളിൽ ഭക്തന്മാർക്ക് ഇഷ്ടമുള്ള കുറച്ച് മേജർ ഗുണങ്ങളുണ്ട്. ഓക്കെ, ഭഗവാന്റെ വീര്യങ്ങള്, ഭഗവാന്റെ എന്താണ് ഒരു ഭക്തന്മാരോടുള്ള ഒരു വാത്സല്യം, ഭഗവാന്റെ കാരുണ്യം. ഭഗവാൻ അനേകം ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ സർവാംഗ സുന്ദരം. ഭഗവാനെ പോലെ എന്താണ് ഈ സൗന്ദര്യം ഇത്രയധികം ഉള്ള ഒരു വ്യക്തിയില്ല. അത്ര സർവാംഗം, ഓരോ അംഗങ്ങളിലെയും പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ആണ്. ഭഗവാന്റെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണ് അവിടുന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല. അത്ര നമ്മൾ അതിന്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ നിന്നു പോകും. ഇപ്പൊ ഒരു വ്യക്തി ഭഗവാന്റെ നഖത്തിലാണ് നോക്കണമെങ്കിൽ അയാൾക്ക് പിന്നെ അവിടുന്ന് കണ്ണ് മാറ്റാൻ പറ്റില്ല. ഭക്തനാണെങ്കിൽ അതിന്റെ സൗന്ദര്യം അത് നുകരാൻ കണ്ണുകൾക്ക് പറ്റില്ല. അത്ര മതി വരില്ല നമുക്ക്. പിന്നെ അടുത്തൊരു പാട്ടിലേക്ക് നോക്കാൻ നമുക്ക് പറ്റില്ല. അത്രത്തോളമാണ് ഭഗവാന്റെ ഓരോ അംഗത്തിന്റെയും ലാവണ്യം. പക്ഷെ ഇത് ഭഗവാന്റെ ഒരു 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 രൂപമാധുര്യം, ഭഗവാന്റെ ഒരു ഒറ്റ ക്വാളിറ്റി. അനവധി ക്വാളിറ്റീസ് ഉണ്ട് ഭഗവാൻ. അതുപോലെ അപ്പൊ ഭക്തന്മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മനസ്സ് ഭഗവാനിലും ഭഗവാന്റെ ഗുണങ്ങളിലും ഭഗവാന്റെ ലീലകളിലും ഭഗവാന്റെ നാമങ്ങളിലും എപ്പോഴും എങ്ങനെ കൊണ്ടുവരാം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഹരേർ ഗുണാക്ഷിപ്ത മതീർ, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഏറ്റവും അവസാനം. പക്ഷെ എങ്ങനെയാ നമുക്ക് നമ്മളുടെ മനസ്സ് എപ്പോഴും ഈ കാര്യങ്ങളെ വ്യാപരിപ്പിക്കുവാൻ പറ്റുന്നത്? കൂടുതൽ ഭഗവാനെ പറ്റി നമ്മൾ കേൾക്കുക. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഭഗവാനെ പറ്റി അങ്ങനെ കൂടുതൽ കേൾക്കുവാൻ പറ്റുന്നത്? ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യവും അറ്റ്ലീസ്റ്റ് ഭഗവാന്റെ ഒരു ഗുണമെങ്കിലും നമുക്ക് കിട്ടാതിരിക്കത്തില്ല. പക്ഷെ ആ ഗുണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീണ്ടും ആ ഗുണത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓ, ഭഗവാൻ എത്രത്തോളം സൗന്ദര്യം ഉണ്ടോ. അപ്പോ അതിൽ തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ കൂടുതലായിട്ട് ഭഗവാന്റെ ആ മൈന്യൂട്ടായിട്ട് നമുക്ക് ഫുള്ള് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഭഗവാന്റെ രൂപമാധുര്യം അത് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഭഗവാൻ തന്റെ ഭക്തന്മാരെ കാണുക അല്ലെങ്കിൽ ഗോപികമാരെ കാണുമ്പോൾ ഭഗവാന്റെ സൗന്ദര്യം കൂടും. അപ്പൊ ഗോപികമാര് ഭഗവാനെ കാണുമ്പോൾ അവരുടെ സൗന്ദര്യവും കൂടും. അപ്പൊ പരസ്പരം ഒരു ട്രാൻസെൻഡന്റൽ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ആ ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി അത് കുറയുന്നില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഗുണാക്ഷിപ്ത മതിർ ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതില് കംപ്ലീറ്റ്ലി അപ്പൊ ശില പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്, ഗുണാക്ഷിപ്ത മതിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശില പ്രഭുപാദാണ് കംപ്ലീറ്റ്ലി മാഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പ്രഭുപാദ പറയുന്നത് there are 2 kinds of mad person.
ഈ പ്രപഞ്ചത്തിൽ രണ്ട് തരത്തിലുള്ള ഭ്രാന്തന്മാരുണ്ട്. ഒരാള് ഭഗവാന്റെ ഗുണങ്ങളിൽ ആകർഷിതനായിരിക്കും, മറ്റേയാള് മായയിൽ ആകൃഷ്ടനായിരിക്കും. മായയിൽ ആകൃഷ്ടനായ വ്യക്തിയും ഭ്രാന്തൻ തന്നെയാണ് അത്ര. ഹീസ് ഓൾസോ ബാഡ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ പൈസ ഉണ്ടാക്കണം, ഇതും ഒരു തരത്തിലുള്ള ഒരു ഭ്രാന്ത് തന്നെയാണ് അത്ര ശില പ്രഭുപാദ പറയുന്നത്. അപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഒരേ രീതിയിൽ ഒരല്പം മായയിൽ ആകൃഷ്ടരായ വ്യക്തികളെല്ലാം ഒരു തരത്തിൽ ഭ്രാന്തന്മാർ തന്നെയാണ്. ഇനി മായയിൽ ആകൃഷ്ടനായില്ലെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്ക് ഭഗവാനിൽ ആകൃഷ്ടനാവും. ഹരേർ ഗുണാഭിഷിക്തമതിർ. അപ്പോ ഇതിന് നമുക്ക് ശ്രീമദ് ഭാഗവതം വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ശുകദേവ ഗോസ്വാമിക്ക് പോലും ഭഗവാന്റെ ഈ ഗുണങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീമദ് ഭാഗവത്തിലാണ്. ശ്രീമദ് ഭാഗവതത്തിലോട് അദ്ദേഹത്തിന് അത്രത്തോളം അഭികാമ്യം തോന്നി. അതുകൊണ്ട് അദ്ദേഹം അത് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പൊ ശ്രീമദ് ഭാഗവതം ഇങ്ങനെയുള്ള ശുകദേവ ഗോസ്വാമിക്ക് പോലും ഒരു ഏറ്റവും അവസാനം ശ്രീമദ് ഭാഗവതം ശ്രവിച്ചു ഭഗവാന്റെ ലീലകളെ പറ്റി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഞാൻ കുറെ നാള് ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ. എന്താ ഞാൻ വേസ്റ്റ് ചെയ്തത്? ഞാൻ മുഴുവനും ബ്രഹ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിരുന്ന ഞാൻ ആ സമയം എനിക്ക് ഭഗവാനിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ എനിക്ക് സമയം നഷ്ടമായല്ലോ. ഒരിക്കലും ശ്രീല പ്രഭുപാദരോട് ചോദിച്ചു, ശ്രീല പ്രഭുപാദർ അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭജന ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ ശ്രീല പ്രഭുപാദർ പറഞ്ഞു, ഹരി ഹരി വിഫലേ. ഞാൻ എൻ്റെ ഈ ജന്മം എനിക്ക് കിട്ടിയിട്ട് ഞാൻ എത്രയോ സമയം ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു ഭഗവാനെ പറ്റി ചിന്തിക്കാതെ. ഇങ്ങനെ എത്തുമ്പോഴാണ് നമ്മളൊരു ഭക്തന്റെ ലെവലിലേക്ക് എത്തുക എന്നുള്ളത്. ഒരു ശുദ്ധഭക്തനാവണമെങ്കിൽ നമ്മളും ആലോചിക്കണം, ഓ എത്ര സമയം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ടല്ലോ. ഭഗവാനെ പറ്റി ചിന്തിക്കാതെ നമ്മൾ കുറെ സമയം വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ടല്ലോ. ഹരി ഹരി വിഫലേ. അപ്പോ ശുകദേവ ഗോസ്വാമി ആ ഒരു ലെവലിലേക്ക് എത്തി. അതായത് ഓ ഞാനും എന്തോരം സമയം ഞാൻ വെറുതെ വൃഥാ വേസ്റ്റ് ആക്കി എന്നുള്ളത്. പിന്നെ ശില പ്രഭുപാദർ ഈ ഒരു കാര്യം അത് സ്പെസിഫിക്കലി പറയുന്നത്, അതായത് ചില ആൾക്കാര് അവര് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഇപ്പോ ശുകദേവ ഗോസ്വാമി അവിടെ പരീക്ഷിത് മഹാരാജാവിന്റെ അടുക്കൽ വന്നു. പൊതുവെ നമ്മൾ ആരെങ്കിലും ഒരു ശ്രീമദ് ഭാഗവതം ക്ലാസ് എടുക്കാൻ പോകുകയാണെങ്കിൽ പോലും നമ്മൾ അവിടെ വന്നിട്ട് മുതിർന്ന ഭക്തന്മാരെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ദീക്ഷാ ഗുരുവിനെ അല്ലെങ്കിൽ ദീക്ഷാ ഗുരുവിനെ കാണുമ്പോൾ നമ്മളെല്ലാം അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും നമ്മൾ സേവനത്തിന് ഇറങ്ങുന്നത്. പക്ഷേ പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ശ്രീമദ് ഭാഗവതം നടക്കാൻ പോകുന്ന സ്ഥലത്ത് നാരദ മഹർഷി ഉണ്ടായിരുന്നു, വ്യാസദേവൻ ഉണ്ടായിരുന്നു. അപ്പോ വ്യാസദേവന്റെ പുത്രനും ശിഷ്യനുമായിരുന്ന ശുകദേവ ഗോസ്വാമി അവിടെ വന്നു കഴിഞ്ഞപ്പോ അവര് തമ്മില് ഇപ്പോ സൂത ഗോസ്വാമി നൈമിഷാരണ്യത്തിൽ വരുന്ന സമയത്ത് അവിടെയുള്ള മുനിമാര് സൂത ഗോസ്വാമിനെ കാണുമ്പോൾ നമസ്കരിക്കുന്നു, ഇതൊക്കെ പറയുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ യാതൊന്നും ശ്രീമദ് ഭാഗവതത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോ ചില വ്യക്തികൾ പറയുന്നത് ഈ ശുകദേവ് ഗോസ്വാമി അങ്ങനെ ഭക്തന്മാരോട് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. അവിടെ വന്നിട്ട് ഇവരെ നമസ്കരിക്കുക അല്ലെങ്കിൽ ഇവരെ ആശീർവദിക്കുക ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം വന്നിരുന്നു, ശ്രീമദ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ആൻസർ എല്ലാം പറഞ്ഞു, ശ്രീമദ് ഭാഗവതം പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം പോകുന്നു എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ആരോടൊന്നെങ്കിലും സംസാരിക്കണ്ടേ,
ആ, ഭക്തന്മാരെ കാണുമ്പോൾ അവരെ കണ്ട് ആ, എന്താണ് ആ, സംസാരിക്കുക, ആശീർവാദം വാങ്ങിക്കുക. അങ്ങനെയൊന്നും കൊടുക്കാതെ അദ്ദേഹം വീണ്ടും പോയി. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ പറയാറുണ്ട്, ഈ ശുകദേവ് ഗോസ്വാമി അങ്ങനെ ഭക്തന്മാർക്ക് പ്രിയങ്കരനൊന്നും ആയിരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം വന്നിട്ട് അറ്റ്ലീസ്റ്റ് തന്റെ പിതാവിന്റെ അടുക്കൽ അല്ലെങ്കിൽ നാരദ മഹർഷിയൊക്കെ ഇരിക്കല്ലേ. കുറെ ഭക്തന്മാരും ഉണ്ട് ആ കൂട്ടത്തില്. അവരുടെ അടുത്തൊക്കെ ഇരുന്ന് ഒന്ന് അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വന്നു, സാറോട് സംസാരിച്ചില്ല, പരീക്ഷത്ത് മാതിരിയോട് മാത്രം സംസാരിച്ചു, അദ്ദേഹം തിരിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഭക്തന്മാരുടെ വലിയ താല്പര്യമില്ലായിരുന്നു എന്ന വാദം ചില ആൾക്കാർക്ക്, വ്യക്തികൾക്കുണ്ട്. അപ്പോ ആ ഒരു വാദത്തിനെ ഇവിടെ വ്യാസദേവൻ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അദ്ദേഹം വിഷ്ണു ജനങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു അത്രേ. വിഷ്ണു ജനപ്രിയ, വിഷ്ണു ഭക്തിയുള്ള ജനങ്ങളിൽ പ്രീതി ചേർന്നവനായിരുന്നു. മഹാനുഭാവനായ ശ്രീശുകൻ എങ്ങനെയുള്ള വ്യക്തികളാണ്? വിഷ്ണു ജനങ്ങളിൽ അദ്ദേഹം ആകർഷണനായിരുന്നു, പ്രീതിയുള്ളവനായിരുന്നു അത്ര. അപ്പോ ആ ഒരു വാദത്തിന് ശ്രീമദ് ഭാഗവതം ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് രണ്ടു തരത്തിൽ ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ജനങ്ങൾക്ക് ശുകദേവ ഗോസ്വാമിയിലും പ്രീതി ഉണ്ടായിരുന്നു, ശുകദേവ് ഗോസ്വാമിക്ക് വിഷ്ണു ജനങ്ങളിലോടും പ്രീതി ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സമ്പർക്കം നടക്കാഞ്ഞത്? ബിക്കോസ് ഹി വാസ് മാഡ്. കൃഷ്ണ ഭക്തിയില് അദ്ദേഹം കംപ്ലീറ്റ്ലി മാഡ് ആയിരുന്നു അത്രേ. അതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ ഒരു എന്താണ് റിലേഷൻഷിപ്പ് അവിടെ നടക്കാൻ. പിന്നെ ശില പ്രഭുപാദർ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കോമ്പറ്റീഷൻ ഇവിടെ എല്ലായ്പ്പോഴും നടക്കാറുണ്ട്. ഭക്തന്മാരും അതേപോലെ അവ്യക്തിഗതവാദികളും തമ്മിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്താണ് കോമ്പറ്റീഷൻ? അവ്യക്തവാദികൾ പറയും, ഭഗവാന്റെ ബ്രഹ്മസ്വരൂപമാണ് ശ്രേഷ്ഠം. വ്യക്തിഗതവാദികൾ പറയും, അല്ല, ബ്രഹ്മസ്വരൂപമല്ല, ഭഗവാന്റെ രൂപമാണ് മഹത്വം, ഏറ്റവും മഹനീയമാർന്നതെന്ന് പറയും. അപ്പൊ ഈ ഒരു കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എത്ര വലിയ ബ്രഹ്മവാദിയാണെങ്കിലും ഒരു ശുദ്ധ ഭക്തന്റെ ശുദ്ധഭക്തനുമായിട്ട് സംസർഗം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും ബ്രഹ്മവാദിയായിട്ട് തുടരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഇന്നത്തോളമുള്ള നമ്മുടെ എല്ലാ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ബ്രഹ്മവാദിയും കണ്ടിന്യൂസ്ലി ബ്രഹ്മവാദിയായിട്ട് ഇരുന്നിട്ടില്ല. ഭക്തന്മാരുടെ സംസർഗം നേടുന്നതോടെ ഈ ബ്രഹ്മവാദികളെല്ലാം ട്രാൻസ്ഫോം ആകും അത്ര. അവരെല്ലാം ഭക്തന്മാരായി തീരും. അപ്പോ ഇന്നോളത്തുള്ള ഹിസ്റ്ററി ഒരു ഭക്തൻ പറഞ്ഞാണ്, നമ്മൾ പ്രപഞ്ചം തുടങ്ങിയ സമയം മുതലുള്ള ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രഹ്മവാദിയും ബ്രഹ്മവാദിയായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഈവൻ അപ് ടു ദ പോയിന്റ്, എന്താണ് സനാതന ഗോസ്വാമി പറയുന്നുണ്ട്, ഈവൻ നമ്മള് ബ്രഹ്മവാദികള് ഭഗവാന്റെ ബ്രഹ്മത്തില് ഇരിക്കുന്ന സമയത്ത് പോലും അവിടെയും ചില സമയങ്ങളിൽ ഭക്തന്മാര് വന്ന് അവരെ വീണ്ടും ഭക്തന്മാരാക്കാറുണ്ട് അത്രേ, ആ ലെവലിൽ നിന്ന് പോലും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യക്തികള് ഭഗവാന്റെ ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആ സത്യത്തിലും ആകർഷകമാവാൻ? അതും ആധ്യാത്മികമാണ്, അതും ട്രാൻസെൻഡന്റലാണ്. ആധ്യാത്മികമായതുകൊണ്ട് ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് ഭഗവാന്റെ ആ വ്യക്തിഗതമായ ബ്രഹ്മ സത്യത്തില് അതിൽ ആകൃഷ്ടരാകാം. രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന് അതില്, പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സുഖവും ബ്രഹ്മാനന്ദത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖവും ഭഗവാന്റെ അതീന്ദ്രിയമായ
ആ ദിവ്യ കൈശോര രൂപത്തില് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും കിട്ടുന്ന സുഖവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു സുഖം അത് ഒരു എന്താ പറയണം, ഒരു സ്റ്റാറ്റിക് സുഖമാണ്. സ്റ്റാറ്റിക് സുഖം എന്ന് പറഞ്ഞാൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നില്ല. രണ്ടാമത്തെ സുഖം അത് അത് ശ്രീല പ്രഭുപാദ പറയണ എക്സ്റ്റാറ്റിക് സുഖമാണ്. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിന് അതൊരു ഒരു ഒരു എന്താ പറയണ, ഇന്ന് ഇത്ര നാളെ ഇത്ര അല്ല, അത് എല്ലായ്പ്പോഴും ഓരോ സെക്കൻഡിലും അത് വർദ്ധിച്ചുകൊണ്ട്. ഒന്ന് ഒരു പശുവിന്റെ ഒരു ഒരു എന്താണ് കുട്ടി നമ്മൾ പറയത്തില്ലേ, വത്സപദം, അത്രേ ഉണ്ടാവുള്ളൂ. അതിന്റെ കുളമ്പിൽ എന്തോരം വെള്ളം കിട്ടുമോ, അതാണ് ബ്രഹ്മാനന്ദത്തിന്റെ സുഖം. ബ്രഹ്മാനന്ദ സുഖം അതും സുഖമാണ്. മറ്റത് ഭഗവാന്റെ അതീന്ദ്രിയമായ, ഭഗവാന്റെ സവിശേഷമായ ആ ദിവ്യ കൈശോര രൂപത്തില് ആകർഷിതരായിരിക്കുന്ന ഭക്തര് അവരെന്തിലായിരിക്കണം? അവര് ഒരു വലിയ സമുദ്രത്തിലാണത്രേ. ഏതാ ഈ സമുദ്രം? ആനന്ദാംബുദി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. അപ്പോ ആത്യന്തികമായിട്ടുള്ള സുഖം കാക്ഷിക്കുന്നവര് അവര് ഈ ചെറിയ ബ്രഹ്മാനന്ദമാകുന്ന സുഖത്തിനെ പരിത്യജിച്ചിട്ട് അവരെങ്ങോട്ട് പോകും? സമുദ്രമാകുന്ന ആ ഭഗവാന്റെ ആ ഒരു രൂപത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് അവർക്ക് അധികമായിട്ടുള്ള സുഖത്തെ ലഭിക്കും. അപ്പൊ എവിടുന്നാ ഈ സുഖം വരുന്നത്? ഭഗവാന്റെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്, ഭഗവാൻ തൻ്റെ ശക്തികള് ഭഗവാൻ തന്റെ ഭക്തന്മാർക്കും കൊടുക്കും അത്ര. ഇപ്പൊ നമ്മള് പലതരത്തിലുള്ള നമ്മള് മുക്തിയെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ. സായുജ്യ മുക്തി നമ്മൾ കണക്കാക്കാറില്ല, അത് കഴിഞ്ഞിട്ടുള്ള സാഷ്ടി സാമീപ്യം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാല്, ഏതൊരു വ്യക്തിയാണോ തിരിച്ചു ഭഗവത് ധാമത്തിലേക്ക് പോകുന്നത് ആ സമയത്ത് അവർക്കും ഭഗവാന്റെ സദൃശമായ രൂപം കിട്ടും, അല്ലെങ്കിൽ ശക്തികൾ കിട്ടും. അപ്പൊ ഇത് നമ്മൾ കൊണ്ടുപോകുന്ന ശക്തികളല്ല. ഏതൊരു വ്യക്തിയാണ് അവിടെ ചെല്ലുന്നത് അത് ഭഗവാന്റെ വലിയൊരു ക്വാളിറ്റിയാണ്. ഭക്തന്മാരുമായിട്ട് തൻ്റെ ശക്തികളെ ഷെയർ ചെയ്യും. പക്ഷെ ഷെയർ ചെയ്യുമ്പോൾ ആധ്യാത്മിക ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതിക ലോകം പോലെയല്ല. അതിന് ഒരു എന്താണ്, ഒരു ലിമിറ്റ് ഇല്ല. ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആധ്യാത്മിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക ലോകത്തിന്റെ എല്ലാ പോയിന്റും സെന്ററാണ്. ഇപ്പൊ ഞാൻ ഒരു പോയിന്റ് എടുത്തിട്ട് ഇത് ആധ്യാത്മിക ലോകത്തിന്റെ സെന്ററാണ്, അടുത്തൊരു പോയിന്റ് എടുത്തിട്ട് പറഞ്ഞാൽ ഇതും ആധ്യാത്മിക പോയിന്റ്സ്, രണ്ടും ശരിയാണ്. ഞാൻ ഇനി 1000 പോയിന്റ്സ് എടുത്തിട്ട് 1000 പല സ്ഥലങ്ങളിൽ എടുത്തിട്ട് ഞാൻ പറയും ഇത് സെന്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ പോയിന്റും സെന്ററാണ്. ആധ്യാത്മിക ലോകം ഭൗതിക ലോകം പോലെ അല്ല, നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പൊ ഭഗവാന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എപ്പോഴും ഭഗവാൻ തൻ്റെ സുഖങ്ങള് തൻ്റെ ശക്തികള് ഭക്തന്മാരുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്കും ആ ആനന്ദം ലഭിക്കുന്നത്. പാർഷ്യലി ഭഗവാൻ ഷെയർ ചെയ്യുന്നതാണ് ബ്രഹ്മസുഖം. അതിന്റെ ഫുൾ എക്സ്റ്റെൻഡിൽ ഭഗവാൻ ഷെയർ ചെയ്യുന്നതാണ് ആ ഭക്തനാവുമ്പോൾ കിട്ടുന്നത്. ഭഗവാന്റെ ഹ്ലാദിനി ശക്തി, ആ ശക്തി നമ്മളിലും പ്രവേശിക്കുക അത്ര. അതിൽ നിന്നാണ് ഭക്തന്മാർക്ക് ഈ അനന്തമായിട്ടുള്ള സുഖം ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഭഗവാന്റെ ഈ എന്താ പറയണ ഗുണങ്ങളില്, ഭഗവാന്റെ ലീലകളില് നമ്മൾ കൂടുതൽ ആകൃഷ്ടരാവണം. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം പലതവണ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പല വഴികളുണ്ട്. ഒന്ന്, ഭഗവാന്റെ നാമങ്ങളിൽ ആസക്തരായിട്ടിരിക്കുന്ന വ്യക്തികൾ. ഏറ്റവും സിമ്പിളായിട്ട് നാമങ്ങളിൽ ആർക്കാണോ ആസക്തിയുള്ളത് ആ വ്യക്തികൾക്ക് ക്രമേണ അവർക്ക് ഭഗവാനിൽ ആസക്തരാകാൻ പറ്റും. അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവത്തിൽ ആകൃഷ്ടരായിരിക്കുന്ന വ്യക്തികൾ
അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ സദാ ആഗ്രഹമുള്ള വ്യക്തികൾ. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൂടെ നമുക്ക് നമ്മുടെ അട്രാക്ഷൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഭക്തന്മാരെ, യഥാർത്ഥ ഭക്തന്മാരെ എന്താണ് സേവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഭഗവാനെ എന്തെങ്കിലും തരത്തിലുള്ള സേവനം നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നാട്ടിലാണെങ്കിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ സേവനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ, ഇതെല്ലാം നമ്മളെ അതീന്ദ്രിയ തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ഡിസ്കഷൻസിന് ഇവിടെ ഒരു ടെമ്പററി വിരാമം കൊടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ കൺക്ലൂഡ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ആ കൃഷ്ണ. പ്രഭുജി, അനന്തന്റെ 1000 നാവുള്ള അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രഭു ഇന്ന് പറഞ്ഞപ്പോഴത് ശരിക്കും ആ പശ്ചാത്തലം മനസ്സിലായത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ പ്രഭു, എനിക്കൊരു സംശയം. പ്രഭുജി പറഞ്ഞു മുക്തനായ ഒരാൾക്ക് പോലും ഭഗവാനെ അറിയണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതായത് ജ്ഞാനി, ഭക്തൻ, മുക്തൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഭക്തനല്ലേ മുക്തൻ പറ്റുള്ളൂ പ്രഭുജി? അതായത് സായുജ്യം, സാരൂപ്യം, സാഷ്ട്യം ഇതിലുള്ള വരുന്നതാണോ? ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരം. അതെ. ജീവൻ മുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും കൽമഷങ്ങളിൽ നിന്നും വിട്ടു. അതായത് ത്രിഗുണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി. ത്രിഗുണങ്ങളുമായിട്ട് പിന്നെ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ അയാൾക്ക് വീണ്ടും ഭക്തനാകാൻ പറ്റണമെന്നില്ല. അതിനൊരു ഭക്തന്റെ സംസർഗത്തിലൂടെ, ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ അയാൾക്കും ഭക്തനാകാൻ പറ്റത്തുള്ളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. മനസ്സിലായി. ഹരേ കൃഷ്ണ പ്രഭു. ധന്യവാദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ധന്യവാദം മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാ ഭക്തന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ വളരെ നന്ദി പ്രഭുജി. വളരെ നല്ല അടിപൊളി. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. വളരെ ശരി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ശരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ക്ലോസ് ചെയ്തു.